പ്രമേഹ രോഗികളിൽ തോൾവേദന കൂടുതലായി കാണുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇന്ന് മിക്കവരിലും കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിലൊന്നാണ് പ്രമേഹം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. പ്രമേഹ രോഗികളിൽ കൂടുതലായി കണ്ടുവരുന്ന പ്രശ്നമാണ് തോൾവേദന എന്നത്. തോൾവേദന സാധാരണയായി അഡ്ഹസീവ് കപ്സുലേറ്റീവ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ മൂലമാണ് ഉണ്ടാകുന്നത്. പ്രമേഹമുള്ളവരിൽ ഇത് വളരെ സാധാരണമായ ഒരു അവസ്ഥയാണ്. പക്ഷാഘാതം ബാധിച്ചവർക്ക് തോൾവേദന അനുഭവപ്പെടാം. ഈ സാഹചര്യത്തിൽ ബലഹീനത കാരണം തോളിന്റെ ചലനശേഷി കുറയുന്നു. ഫിസിയോതെറാപ്പിയും വേദന സംഹാരികളും ആശ്വാസം നൽകുമെങ്കിലും വേദന തുടരുകയാണെങ്കിൽ ഡോക്ടറിനെ കണ്ട് പരിശോധന നടത്തേണ്ടത് പ്രധാനമാണെന്ന് യൂറോളജിസ്റ്റുകൾ പറയുന്നു. ഫിസിയോതെറാപ്പിയും വേദന സംഹാരികളും ആശ്വാസം നൽകുമെങ്കിലും വേദന തുടരുകയാണെങ്കിൽ ഡോക്ടറിനെ കണ്ട് പരിശോധന നടത്തേണ്ടത് പ്രധാനമാണെന്ന് യൂറോളജിസ്റ്റുകൾ പറയുന്നു. പ്രമേഹമുള്ളവരിൽ ഏറ്റവും അധികം സാധാരണവുമായ ഒരു പ്രശ്നവുമാണ് തോൾവേദന. പ്രമേഹ രോഗികളിൽ ദീർഘകാലമായി ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൊളോജൻ അല്ലെങ്കിൽ ബന്ധിത ടിഷ്യുവിനുള്ളിലെ മറ്റ് ഘടനാപരമായ പ്രോട്ടീനുകളുടെ ഗ്ലൈക്കോഷനിലേക്ക് നയിക്കുന്നു. ഇത് ടിഷ്യൂ ഇലാസ്തികത കുറയ്ക്കുകയും തോളിൽ കാഠിന്യം ഉണ്ടാക്കുകയും തോളിന്റെ ചലനശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം കുറവാണെങ്കിൽ അത് തോൾവേദന വർദ്ധിപ്പിക്കും. അതിനാൽ മതിയായ ഹൈപ്പോഗ്ലൈസമിക് മരുന്നുകൾ, ശാരീരിക പ്രവർത്തനങ്ങൾ, ഭക്ഷണക്രമം എന്നിവയിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്.